നമ്മുടെ നോറ മസ്കാന്റെ അഭിനയം ഒന്നും പറയാനില്ല. ഇന്നലെ ബിഗ് ബോസിൽ ഫിലിം ഓഡീഷന്റെ സമയത്ത് പുള്ളിക്കാരി അഭിനയിച്ച് തകർക്കുമായിരുന്നു അല്ല പിന്നെ ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ടേ പുള്ളിക്കാരി നല്ല അഭിനയമാണ്, അത് വേറെ കാര്യം. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു. മാരക അഭിനയമായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാത്തിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 6 90ാമത്തെ എപ്പിസോഡ് അഥവാ 89ാമത്തെ ദിവസം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നോറനിട്ട് എല്ലാരും കൂടി ഇട്ട് ഇളക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. അതെ, മേക്കപ്പിനുള്ളിലും പുറത്തൊക്കെ മുഖംമൂടിയിട്ട് നടക്കുന്ന ആളാണ് നോറ മസ്കാനി. സംഭവം എല്ലാരും കൂടി നോറന്റെ അടുത്ത് പോയി ചോദിച്ചു, നോറ നിന്റെ സ്വപ്നം എന്താണ്, ഈ ബിഗ് ബോസിൽ വന്നതിന്റെ നിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ. നോറാണെങ്കിൽ അതങ്ങ് വിട്ടു പറയണില്ല. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടി എല്ലാരും കൂടി ഒന്ന് ഇളക്കി നോക്കിയതാണ് സംഭവം, വേറൊന്നുമില്ല. എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചു നോക്കി കിട്ടും, നോറ വിട്ടു പറയണില്ല എന്നുള്ളതാണ്. നമ്മുടെ പലതും ബിഗ് ബോസ് തന്നെ ചോദിച്ചിട്ട് നോറ പറയണില്ല, എന്നിട്ടാണ് ഇവര് അല്ലേ. ബാക്കി നോക്കാം. ജാസ്മിൻ ഇത്രേ ഉള്ളൂ, നോറയ്ക്ക് ഫെയിം വേണ്ട, കാശ് വേണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ടൈറ്റിൽ വിന്നർ ആണ്, പക്ഷെ ഫെയിം വേണ്ട. ശരി, അതെന്ത് വർത്താനാണ്? ടൈറ്റിൽ വിന്നർ ആവണം പക്ഷെ ഫെയിം വേണ്ട പോലും. അതും നമ്മുടെ നോറക്ക്. എനിക്ക് തോന്നുന്നത് ടൈറ്റിൽ വിന്നർ ആവുന്നതിനേക്കാളും നോറ ആഗ്രഹിക്കുന്നത് ഫെയിം ആണ്. കാരണം ഡേ 1 തൊട്ട് എന്ത് വന്നാലും ക്യാമറയുടെ മുന്നിൽ വന്ന് കരയല്ലേ നോറിന്റെ പണി. പ്രത്യേകിച്ച് ആ വാഷ്റൂമിലെ ക്യാമറ, അത് നോറക്ക് കരയാനായിട്ട് വെച്ചൊരു ക്യാമറ ആയി പോയി. അത് ആ ആളെ കുറിച്ചാണ് കപ്പ് മതി ഫെയിം വേണ്ടെന്ന് പറഞ്ഞത്. ഉള്ളത് വല്ലതും പറയാ അഭിഷേക്. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഇവരെന്തിനാ എന്റെ ബ്രെയിൻ ഈറ്റ് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ? നിന്റെ സ്വപ്നങ്ങളുള്ള ആളെ, നിന്റെ സ്വപ്നം ഇതിന്റെ കപ്പ്, അതാണ് എന്റെ സ്വപ്നം. അത് ഓരോട് ഞാൻ പറയില്ല, പറയരുത്, ചത്താനും പറയരുത്. എന്റെ അഭിപ്രായത്തിൽ നോറ മാത്രമായിരിക്കും അവിടെ കപ്പടിക്കാൻ വേണ്ടി മത്സരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നോറ അവിടെ നിൽക്കേണ്ടത്. വേറെ എന്താ ഞാനിതിനൊക്കെ പറയാം. അങ്ങനെ അതെല്ലാം കഴിയുന്നു. പിന്നീട് ബിഗ് ബോസ് എന്താക്കുന്നു, ഇവരെല്ലാരും കൂടെ അങ്ങ് വിളിച്ചു കൂട്ടുന്നു. എന്താണ് സംഭവം? ഒരു ഫിലിം ഓഡീഷൻ ബിഗ് ബോസിൽ സംഘടിപ്പിക്കാൻ പോവാണ്. ആഹാ, കൊള്ളാലോ പരിപാടി. എന്താണ്? നമ്മുടെ ജിത്തു ജോസഫിന് പുതിയ സിനിമകളിൽ അഭിനയിക്കാൻ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പൊ അതിൽ അഭിനയിക്കാൻ ഒരാൾ എടുക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ നിന്നാണ്. ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ 8 ആളിൽ ഏതെങ്കിലും ഒരാൾക്ക് അതിന് അവസരം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ഓഡീഷൻ ആണ് ഇനി ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റോളുകൾ കൊടുത്തിട്ടുണ്ട്, പേരായിട്ടാണ് അഭിനയിക്കേണ്ടത്. അത് നമ്മുടെ സിജോ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്താണെന്ന് കണ്ടോക്കാം. അർജുൻ ശ്രീതു കവിതാക്കളാണ്. അർജുനും ശ്രീതുവും അവർ പ്രണയിച്ച് നടക്കുന്ന കാലം ആദ്യം കാണിക്കുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ശ്രീതു വന്ന് അർജുനോട് ഈ ബന്ധം ശരിയാവില്ലെന്നും ഇനി ഇത് തുടരാനാവില്ലെന്നും പറയും. അതെ, കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കിടന്നുറങ്ങണം എന്നുള്ളത്. വേണമെങ്കിൽ അതും കൂട്ടിച്ചേർക്കാം. എന്തായാലും നല്ല റോളാണ് അർജുനും ശ്രീധനും കൊടുത്തത്. പിന്നെ അർജുനും ശ്രീധനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത്രയും കാലം രണ്ടാളും കൂടി ബിഗ് ബോസിൽ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ ഓർത്തെടുത്ത് ചെയ്താൽ മതി. എന്തായാലും കൊള്ളാം, നല്ല ബെസ്റ്റ് റോളാണ് കിട്ടിയത്. അടുത്ത കണ്ടോക്കാം. എല്ലായ്പ്പോഴും തന്റെ ആഗ്രഹത്തിനൊത്ത് മകൾ വളർന്നെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനാണ് ജിൻഡോ. എന്നാൽ മകൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. തന്റേതായ മുന്നേറാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ജാസ്മിൻ. അതാരാണ് ഇടയ്ക്ക് എന്നറിയുന്നത്? വലിയ തിരിക്കണ പാവന്റെ മാതിരി. എന്തായാലും ജാസ്മിന് കിട്ടിയ റോളും കൊള്ളാം. ഇതിൽ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ റോള് ചെയ്യാനും വലിയ പണിയൊന്നും ഉണ്ടാവില്ല. റിയൽ ലൈഫിൽ എങ്ങനെയാണ് അതേമാതിരി കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇവര് ജാസ്മിനും സുഖമായിട്ട് ഈ റോള് ചെയ്യാൻ പറ്റും. എന്തായാലും അങ്ങനെ നമ്മൾ ടാസ്ക് കൊടുക്കി. ബാക്കിയുള്ള നമുക്കൊന്ന് കണ്ടോക്കാം. നീ ട്രൈ ചെയ്യണ്ട്, ഞാൻ പറയുന്നല്ലോ, നീ ട്രൈ ചെയ്യണ്ട്. അതുകൊണ്ടാണ് നിന്റെ കൂടെ എപ്പോഴും ഉള്ളത്. എപ്പോഴെങ്കിലും നിനക്ക് ജോലി കിട്ടുമെന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് അച്ഛന്റെ ജോലി എടുത്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതും നീ എന്തിനാണ് ഈ ടോക്കൺ അച്ഛൻ ഇറക്കി ഇറങ്ങുന്നത്? അതെ, അതാണ്. ഏകദേശം ഒരു 5-6 മിനിറ്റോളം ഇവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അല്ലേ. എപ്പിസോഡിൽ പോയ ഇതിന്റെ ഒരു ഫുൾ വേർഷൻ കാണാൻ പറ്റും. സംഭവം എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇവരുടെ രണ്ടാളുടെയും പെർഫോമൻസിൽ എവിടെയോ ഒരു ഡ്രാമാറ്റിക് ഫീൽ എനിക്ക് വന്നു എന്നുള്ളതാണ്. ഇടയ്ക്കിടെ ഇവർ അഭിനയിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശ്രീധുവിന്റെ ഒക്കെ അഭിനയത്തിൽ എനിക്ക് തോന്നുന്നത് കാലങ്ങളോളായിട്ട് സീരിയൽ അഭിനയിക്കുകയായിരുന്നല്ലോ ശ്രീധു. ചിലപ്പോൾ അതിൻ്റെതായിരിക്കും. 2 ഓവർ ആക്ടിങ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സീരിയലില്ലേ. എന്തായാലും സംഭവം കൊള്ളാം. പക്ഷെ ഇതാണ് പ്രശ്നം, ഇടയ്ക്കിടെ ഡ്രാമാറ്റിക് ആയി തോന്നുന്നു എന്നുള്ളത്. പക്ഷെ അർജുൻ എന്ന് പറയുന്നത് ഈ അഭിനയത്തിന്റെ ടാസ്കുകളൊക്കെ സൂപ്പർബായി ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ എനിക്ക് അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല എന്നുള്ളതാണ്. അടുത്ത പെർഫോമൻസ് കണ്ടോക്കാം. അറിയാലോ, നമ്മുടെ അമ്മേനെ ഡോക്ടറെ കാണിക്കുന്നുണ്ടോ? എനിക്ക് സമയം, എനിക്ക് കല്യാണ കേസ് കേൾക്കാൻ സമയമില്ല. അമ്മേനെ ഡോക്ടറെ കാണിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലില്ലേ, അവിടുത്തെ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ മോനുണ്ട്, ഞാൻ പോയി കണ്ടായിരുന്നു. ഓക്കെ, ജിൻഡോയും ജാസ്മിനും പ്രകടനം അല്ലേ. അവിടെ ജിൻഡോ കറക്റ്റ് ക്യാരക്ടർ പിടിച്ച് പോയി എന്നുള്ളതാണ്. ജിൻഡോയുടെ പെർഫോമൻസിന് നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഇതിനും കൊള്ളാം.
പിന്നെ എന്താ ജാസ്മിനെ ബിഗ് ബോസിൽ സ്ഥിരം കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് ജാസ്മിന്റെ പെർഫോമൻസ് കണ്ടിട്ട് തോന്നിയത്. എന്തായാലും ഇവരുടെ രണ്ടാളും പെർഫോമൻസ് കൊള്ളാൻ കേട്ടോ. എനിക്കൊന്ന് അർജുൻ ശ്രീധുവിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു. ഇനി അടുത്ത പെർഫോമൻസ് ആണ് സിജോന്റെയും നോറന്റെയും. നോറ എന്ന് പറയുന്നത് ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ രണ്ടാളും കൂടി മാട്രിമോണിയിൽ കണ്ട് പരിചയപ്പെട്ട് അവരുടെ രണ്ടാളും മീറ്റിംഗ് ആണ്. നമ്മൾ എന്തായാലും കണ്ടുനോക്കാം. അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കൈ കാണിച്ചപ്പം രണ്ടുപേർ കുറെ നേരം കൈ കാണിച്ചു, അവര് മാത്രം നിർത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിൽ കയറി വന്നതായിരുന്നു. ഓ ഈ ട്രിപ്പിൾ അടിച്ച് വന്ന ആൾക്കാരെ പരിചയമൊന്നുമില്ല അല്ല, അപ്പൊ അതിനകത്ത് പേടിയൊന്നുമില്ല. അതിനെന്താ കുഴപ്പം? അതെ, അതത്രേ ഉള്ളൂ. എനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഈ പെർഫോമൻസ് ആയിരുന്നു. സിജ ആണെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട പോലെ ചെയ്തു എന്നുള്ളതാണ്. നോറാണെങ്കിൽ എക്സലന്റ് ആയിരുന്നു. സംഭവം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥിയാണ് നോറെങ്കിൽ കൂടിയും ഈ ഒരു ടാസ്കിൽ നോറ കസർത്തി എന്നുള്ളതാണ്. നല്ല കിഡിലൻ അഭിനയമായിരുന്നു. നോറയ്ക്ക് പറ്റിയ റോള് കിട്ടിയതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. നല്ലോണം കസർത്തി തന്നെ വേണം പറയാൻ. അത് എപ്പിസോഡ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി കാണാത്തവർ എപ്പിസോഡിൽ പോയി കണ്ടോക്കുക. കാണേണ്ട ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു അത്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ അഭിഷേകിന്റെ ഋഷിന്റെയും പെർഫോമൻസ്. ഇവിടെ അഭിഷേക് എന്ന് പറയുന്നത് നാട്ടിലെ പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന്റെ കയ്യിൽ കുറെ ക്യാഷ് ഉണ്ട്, പക്ഷെ ബിസിനസ് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഋഷി എന്ന് പറയുന്ന ഒരു സിനിമ സംവിധായകനാണ്. തന്റെ പുതിയ സിനിമ പ്രൊജക്ടിന് വേണ്ടി ഒരു പ്രൊഡ്യൂസറെ തപ്പി നടക്കുന്ന ഒരു സിനിമ സംവിധായകൻ. അപ്പൊ തന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഋഷി അഭിഷേകിന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഇവരുടെ സീന്. നമ്മൾ എന്തായാലും കണ്ടുനോക്കാം. എന്റെ പുറകെ 5-6 വർഷമായിട്ട് നടക്കുക സാർ. പൈസയൊന്നും പ്രശ്നമല്ല. ലാലേട്ടന്റെ മമ്മൂട്ടിയൊക്കെ ഡേറ്റ് എടുക്കും. പൈസക്കാണോ പ്രശ്നം? എന്റെ എത്ര സുഹൃത്തുക്കൾ ഡൊണാൾഡ് ട്രംപിനോടൊക്കെ പറഞ്ഞ പൈസ വാരി ഏറി. അപ്പൊ അങ്ങനെ അല്ലേ അതിന്റെ. അപ്പം അതെ, അതത്രേ ഉള്ളൂ. ഇവരും തകർത്ത് കേട്ടോ. പിന്നെ ഋഷി ആസ് യൂച്വൽ ഒരുപാട് സിറ്റ്കോമിൽ അഭിനയിച്ചതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അഭിഷേക് ആണെങ്കിലും കുറെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ക്യാരക്ടർ പിടിച്ചു പോയി എന്നുള്ളതാണ്. ഒരുപക്ഷെ നോറ സിജോ പെർഫോമൻസിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഇതായിരുന്നു. അപ്പൊ മൊത്തത്തിലുണ്ടായിരുന്ന 4 പെർഫോമൻസുകൾ ഇതൊക്കെയാണ്. എന്റെ ഒരു രീതിയിൽ റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായി പെർഫോം ചെയ്തത് നോറ സിജോ, രണ്ടാമതായി പെർഫോം ചെയ്തത് അഭിഷേക് ഋഷിയും, പിന്നെ മൂന്നാമതായി ജിൻഡോയും ജാസ്മിനും, നാലാമതായി അർജുനും ശ്രീതുവും. പക്ഷെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ജിത്തു ജോസഫിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് ഇവർ ഓഡീഷൻ ചെയ്യണം എന്നുള്ളത് ഇവർക്ക് ഓഡീഷൻ നടത്തുന്ന സമയത്ത് അറിയില്ലായിരുന്നു കേട്ടോ. ജിത്തു ജോസഫിന് അപ്പുറത്ത് മറിച്ചിരുത്തിയാണ് ഇവർ പെർഫോം ചെയ്യിപ്പിച്ചത്. അതിനുശേഷം ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂറും ഇവരെ കാണാൻ പോകുന്നുണ്ട്. അന്നേരമുള്ള സംസാരം നമുക്കൊന്ന് കണ്ടുനോക്കാം. സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മോഹൻലാൽ സാറൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഞങ്ങൾ അറിയിച്ച് ബിഗ് ബോസിൽ നിന്ന് തന്നെ അവർ പറയട്ടെ. എന്തായാലും അതിന്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും. ഓക്കെ, അത് നല്ലൊരു വാർത്ത ആണല്ലോ. അതായത് ബിഗ് ബോസ് എൻഡ് ചെയ്യണ ദിവസം ഇതിൽ നിന്നും ഒരാളെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും അല്ലെ. എന്റെ അഭിപ്രായത്തിൽ ആ വ്യക്തി ആയിരിക്കും കപ്പടിക്കുന്നതിനേക്കാളും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അതാണ് റിയൽ ആയിട്ടുള്ള കപ്പ് എന്ന് പറയുന്നത്. കാരണം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ സിനിമാ മോഹവുമായി വന്ന ആൾക്കാരാണുള്ളത് അല്ലെ. അതിൽ ഒരാളുടെ സിനിമാ മോഹം പൂക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലുത് എന്താ വേണ്ടത്? കപ്പൊക്കെ എടുത്ത് മൂലക്കിലിടാൻ പറയേണ്ടി വരും. ഇതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാറാണ് കപ്പടിച്ചത്. പക്ഷെ ഞാൻ പറയും കഴിഞ്ഞ സീസണോട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായത് ജുനൈസിനും നമ്മുടെ സാഗറിനുമാണ്. കാരണം അതിനുശേഷം അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി അല്ലെ. നമ്മുടെ ജോജു ജോർജിന് പുതിയ സിനിമയിൽ മെയിൻ ആയിട്ടുള്ള 2 ക്യാരക്ടർ അവരാണല്ലോ അവതരിപ്പിക്കുന്നത് ഇറങ്ങാൻ പോണ സിനിമയിൽ. അതൊക്കെയല്ലേ ലൈഫിൽ റിയൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അതിന് മുന്നിൽ കപ്പൊക്കെ എന്തില്ലേ, അതൊരു നല്ലൊരു കാര്യമാണത്. ബാക്കി കണ്ടോക്കാം. നന്നായി, അത് തന്റെ സൗണ്ട് ഭയങ്കര രസമാണ്. നേരത്തെ ഇറങ്ങിയ വലിയ സിനിമകളിലൊക്കെ അല്ലേ അല്ലേ. അതെ അതെ അതെ, അത് നല്ലൊരു കാര്യമാണ്. നല്ല ഗാംഭീര്യമുള്ള കിളിനാഥമാണ് നോറയുടേത്. ഇത് ഇളക്കാൻ വേണ്ടി പറഞ്ഞതാണോ അത് കാര്യമായിട്ട് പറഞ്ഞാണോന്ന് അറിയില്ല കേട്ടോ. എന്തൊക്കെയായാലും നോറയ്ക്ക് ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ആരാണ് ഈ പൊക്കി പറഞ്ഞത്? സാക്ഷാൽ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു ജോസഫ് ആണ്. അതിന് വലുതിന് എന്താ വേണ്ടത് അല്ലേ. നോറയുടെ ജീവിതം അങ്ങ് ധന്യായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് കുറച്ച് ദിവസങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരുന്ന മിറർ ടാസ്ക് തുടർന്ന് പോകുന്നുണ്ട്. ഇന്നലത്തെ ദിവസം സിജോയും അർജുനുമായിരുന്നു മിറർ ടാസ്ക് ചെയ്തത്. മിറർ ടാസ്ക് അറിയാലോ, മിററിൽ നോക്കിയിട്ട് സ്വന്തം പ്രതിബിംബത്തോട് സംസാരിക്കുക, അതന്നെ സംഭവം. അപ്പൊ അതിൽ നമ്മുടെ ഇന്നലത്തെ സിജോയുടെ പെർഫോമൻസ് ഒന്ന് കണ്ടോക്കാം. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഏറ്റവും വലിയ സിജോയുടെ പ്രതിസന്ധി ആൾക്കാർക്കിടയിലേക്ക് വീണ്ടും ഗെയിം കളിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളതായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് ഞാൻ എന്നിൽ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഓരോ ദിവസവും ഓക്കെ, അതാണ് സിജോനെ കേട്ട് മടുത്ത സ്റ്റോറി തന്നെയാണ്. എന്നാലും സിജോ വന്ന് കണ്ണാടിക്ക് മുമ്പിൽ പറഞ്ഞത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടി കിട്ടി പോയതും തിരിച്ചു വന്ന കാര്യങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് പുതുമൊന്നും തോന്നാത്തതുകൊണ്ട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിറർ ടോക്ക് ആയിരുന്നു അവിടെ നടന്നത്. ഇനി അത് കഴിഞ്ഞ് അർജുന്റെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടി കണ്ടോക്കാം. നീ നിന്റെ സ്വപ്നത്തിൽ നിന്റെ ഡ്രീമിൽ തന്നെ നീ ഫോക്കസ് ചെയ്തു. ഒരു ദിവസം നിന്റെ ഡോക്ടർ പറഞ്ഞു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിനക്ക് നിന്റെ ലൈഫ് നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടായെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അവിടെ നിന്ന് നിനക്ക് ഇവിടെ വരെ എത്താമെങ്കിൽ ഓക്കെ, അർജുന്റെ മിറർ ടോക്ക്. ഇതും അർജുൻ നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എടുക്ക് രോഗം വന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ തന്നെയാണ് അർജുൻ ഇവിടെയും പറയുന്നത്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ അർജുൻ പറഞ്ഞ് കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് മിറർ ടോക്ക് നടത്തി ഓൾമോസ്റ്റ് എല്ലാവരും കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അമൃതവാണിന്റെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. മൊത്തം പൊട്ടിപ്പോയിടി.
പൊട്ടിപ്പോ. നീ ഏത് ഹെയർ ഓയിലാ യൂസ് ചെയ്യുന്നേ? അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ഏതെങ്കിലും ഹെയർ അങ്ങനെയൊക്കെ ഓയിൽസ് യൂസ് ചെയ്യാം. നീയോ അങ്ങനെയാണോ? നീയല്ലേ എനിക്ക് അമൃതവേണി പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പൊ അതാണ് നോർമൽ എല്ലാ പ്രാവശ്യവും നടന്നു വരുന്ന ഒരു സ്പോൺസർ ടാസ്ക് തന്നെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാര്യമായിട്ട് നടന്നിട്ടുള്ളത്. കാര്യമായിട്ടില്ല, ഇത്രയൊക്കെ നടന്നിട്ടുള്ളൂ. മെയിൻ ആയിട്ട് ഫിലിം ഓഡിഷൻ അതിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. അതിൽ നമ്മൾ പറഞ്ഞല്ലോ നോറയുടെ പെർഫോമൻസ് ആണ് മികച്ചു നിന്നത്. ഇന്നലത്തെ ഡേ നോറ കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇനി 10 ദിവസം മാത്രം ബാക്കിയല്ലേ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചൊന്നും കണ്ടന്റ് ഇല്ലാത്ത പോലെയാണ്. തുടക്കത്തിൽ ആവശ്യമില്ലാണ്ട് കുറെ കണ്ടന്റുകളായിരുന്നു. അപ്പൊ വന്ന് ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ തിരികെ കണ്ടന്റ് ഇല്ലാണ്ടായി പോയി. പ്ലെയിൻ ആയിട്ടുള്ള എപ്പിസോഡുകളാണ് അധികവും അല്ലേ. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം.